ഇത് വീടിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്ന സ്ഥലമാണ്. എന്തോ കാട് പിടിച്ച് കിടക്കുന്ന പോലെ തോന്നും. പക്ഷെ ഈ അറ്റത്ത് മാത്രമുള്ള കാടേ ഉള്ളൂ. ഇതിനകത്തോട്ട് അവിടെ എല്ലാം, അവിടെ മർത്തോമ കോളേജ്, ഇവിടെ എല്ലാം വീടുകൾ, അതിനപ്പുറത്തൊക്കെ വീടാ. കണ്ട് ഇവിടെ കുറച്ച് മല പോലെ കിടപ്പുണ്ട് ബാക്കിയുള്ളത്. പിന്നെ കണ്ടം വരെ നികത്തി വീടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയാൽ കണ്ടോ, പിന്നെ കണ്ടത്തിലൊന്നും കൃഷിയും പഴമൊന്നുമില്ല. കുറേ വർഷങ്ങളായിട്ട് കൃഷിയൊന്നുമില്ല. ഇതിനകത്തൂടെ പോയവർക്ക് ഇവിടെ എല്ലാം അങ്ങ് വീടാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി വല്ലതൊക്കെ കണ്ടുകൊണ്ട് വെറുതെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം. ഇപ്പം പക്ഷെ വെയിലാണ്, ഒരു നല്ല വെയിലുണ്ട്. പിന്നെ ഇനി ഇതുവഴി ഞാൻ വരത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ വണ്ടിയിൽ അങ്ങനെ പോകുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കാനൊന്നും തോന്നത്തില്ല. പിന്നെ ഈ കണ്ടത്തിലൊക്കെ ഇറങ്ങിയാൽ മീനൊക്കെ പിടിക്കാം, ചൂണ്ടയൊക്കെ ഇടാൻ പറ്റുമെന്ന്. ഇവിടെ ഇതിനകത്ത് വെള്ളം പൊങ്ങും. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറ് പോലെ ഒഴുകും ഇതുവഴി വെള്ളം. നേരത്തെയൊക്കെ രസമാണ്, ഇപ്പം ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ കണ്ടത്തിൽ വളരെ കുറച്ച് പേര് മീൻ പിടിക്കാൻ വരുന്ന കാണാം, ഈ ചൂണ്ടയിടാനായിട്ട്. അതിനകത്ത് നമ്മുടെ പാട്ട് പാടുന്ന ബാവുട്ടിയുണ്ട്. ബാവുട്ടി മെയിൻ ചൂണ്ടയിടയിൽക്കാരനാണ് ഇവിടുത്തെ. ബാവുട്ടി ഇവിടെ ഡോൾഫിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോൾഫിനെ പിടിക്കാനൊക്കെ നടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് ആരോ പറഞ്ഞു ഇവിടെ ഡോൾഫിൻ ഉണ്ടെന്ന്. അങ്ങനെ ബാവുട്ടി ഡോൾഫിനെ പിടിക്കാൻ പോയ കഥയൊക്കെ ഉണ്ട്. ഇവിടെ വലിയൊരു സാധനം പറക്കുന്നു, അതിനെ കണ്ടോ? എന്തി പോയോ ആള്? അവിടെ പോയിരുന്നു. അപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ കാണുന്ന മലയുടെ അപ്പുറം റെയിൽവേ സ്റ്റേഷനാണ്. അതിനപ്പുറത്ത് ഹോസ്പിറ്റല്, അവിടെ ബിലീവേഴ്സ് ഹോസ്പിറ്റല്, ഇതിൻ്റെ അപ്പുറത്ത് പുഷ്പഗിരി ഹോസ്പിറ്റല്, ഇതുണ്ട് അവിടെ മർത്തോമ കോളേജ്, അവിടെ മർത്തോമ സ്കൂള്, ബിലീവേഴ്സിൻ്റെ സ്കൂൾ അവിടെ. ഇങ്ങനെ ഇത് കിടക്കുന്നത്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് തന്നെ അവിടെ ആയിട്ട് വരുമെന്ന് ആ പ്രദേശത്ത്. റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ, അവിടെയാണ്. സ്റ്റാൻഡ്, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ട്, പക്ഷെ ഒരു പ്രയോജനമില്ല. ഇവിടെ വന്നിരിക്കാനൊന്നും വലിയ രസമൊന്നുമില്ല. രാത്രിയൊക്കെ വന്നിരുന്നാൽ കൊതുക് കടിക്കും, അല്ലെങ്കിൽ ചൂടാണ്. വൈകിട്ട് മാത്രം ഒരു 6 മണി സമയം, 6 തൊട്ട് 7 വരെയൊക്കെ വേണം ഇങ്ങനെ കറങ്ങിക്കാൻ. കാറ്റുണ്ടെങ്കിൽ കൊതുകൊന്നും അധികം ശല്യം ഉണ്ടാക്കത്തില്ല, അല്ലെങ്കിൽ അലമ്പ. സത്യത്തിൽ ഈ സ്ഥലത്ത് വല്ല കഫേ വല്ലതും തുടങ്ങിയിട്ട് അല്ലേ, ചുമ്മാ കണ്ടത്തിലോട്ട് നോക്കി. ഷാപ്പാണ് കൂടുതൽ ഈ കണ്ടത്തിൻ്റെ അറുമ്പത്തെ കൊണ്ട് വെക്കുന്നത്. കോഫി ഷോപ്പൊന്നും ഇവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലില്ല. വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും. ഇത് കണ്ടു, ഇത് റോഡ് നൈസ് വ്യൂ എന്നൊക്കെ പറയും. കേരളത്തിൽ കൂടുതൽ സ്ഥലം ഇങ്ങനെയൊക്കെ തന്നെയാ. പണ്ട് ഞങ്ങളുടെ ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ട് ഇത് ഇവിടെയാണ് ഫുട്ബോൾ കളിക്കുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത്. കിടക്കുന്നത് കണ്ടോ? ഇത്രയും വലിയ ഗ്രൗണ്ടിലാണ് കളിച്ചോണ്ടിരുന്നത്. അവിടെ പോയി പിച്ച് അങ്ങോട്ട് നമ്മൾ സെറ്റാക്കുന്നു. പിന്നെ ബൗണ്ടറി ഒന്നും ഇല്ലല്ലോ, എവിടെ എങ്ങോട്ട് വേണേലും കളിക്കുക. എത്ര വലിയ ബൗണ്ടറി, ആൾ കൂടുന്നതനുസരിച്ച് ബൗണ്ടറി കൂടും, ആൾ കൂടുന്നതനുസരിച്ച് ഗോൾ പോസ്റ്റിൻ്റെ നീളവും കൂടും. അതായിരുന്നു ഇവിടുത്തെ ഫുട്ബോൾ, അതായിരുന്നു ക്രിക്കറ്റ്. പിന്നെ ബാഡ്മിൻ്റൺ കളിക്കുന്ന റോഡിൽ. പിന്നെ കോളേജ് ഗ്രൗണ്ടുണ്ട്, സ്കൂള്, YMC, ഇങ്ങനെ. ആ കാണുന്ന ഫ്ലാറ്റാണ് ഗ്രൗണ്ടിൽ ഇരുന്ന നമ്മൾ ബ്ലസ്സിയുടെ ഫ്ലാറ്റ്. കണ്ടോ? കോളേജ് ഗ്രൗണ്ടിൽ പോയിരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ഞാൻ ആ ഫുട്ബോൾ കളിക്കുമ്പോൾ കാണുന്ന ഫ്ലാറ്റ് കാണിക്കാം. ഇഷ്ടമല്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല.
വല്ലാണ്ടങ്ങ് ബോറടിച്ചാൽ വേണമെങ്കിൽ ഇവിടുത്തെ തൊട്ടാൽ മതി. അതിങ്ങനെ ചുരുങ്ങുന്നൊക്കെ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഞെട്ടാം. തൊട്ടാവാടി കണ്ടോ? തൊട്ടാവാടി തൊടുക, എക്സൈറ്റഡ് ആവുക. ചൈൽഡ്ഹുഡ് അങ്ങനെയൊക്കെ വല്ലാത്തൊരു ചൈൽഡ്ഹുഡ് അല്ലേ. അപ്പോൾ കാറ്റൊക്കെ അടിച്ച് തൊട്ടാവാടിയൊക്കെ ഇച്ചിരി വാടി നിൽക്കുക. ഇവിടെ തൊട്ടാവാടി പറയും. അതെ ഇരുത്തെ തൊടാവേ. ഇങ്ങനത്തെ ചൈൽഡ്ഹുഡൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് ഇതിപ്പോൾ കാണിക്കാം. തൊടുമ്പോഴത്തെ ഇങ്ങനെ ചുരുങ്ങിപ്പോയി. എന്തൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. നമ്മൾ കാണുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര എക്സൈറ്റഡ് ആവും. കണ്ടോ അങ്ങ് ചുരുങ്ങിക്കളഞ്ഞു, പേടിച്ചിട്ടാ. ഞാനാ ടൈപ്പൊന്നും അല്ലെന്ന്. തൊട്ടാവാടി പെണ്ണെന്നൊക്കെ പറയത്തില്ല. ഇങ്ങനെ തൊട്ട ഉടനെ ഇങ്ങനെ ചുരുങ്ങിക്കളയും. ഇവിടെ തുണിയൊക്കെ അയച്ചങ്ങ് മാറ്റും ചുരുങ്ങിയിട്ട്. തൊട്ടാവാടി. എന്തോ കിളികളുടെ കുളിക്കടവാന്ന് തോന്നുന്നു. എല്ലാവരും കൂടെ കുളിച്ചിട്ടൊക്കെ വേണ്ട നിന്ന് തോർത്തുന്നു. അതിന് താഴെ ആരാ? ഇവിടെ ആരോ ഉണ്ടല്ലോ. ഇതാരാ? ഓ എന്ത് സാധനം അത്? ആരാണ്? ഓ അത് ഈ പറഞ്ഞ പോലെ കുഞ്ഞ് മാടത്തട്ടുകൾ. അത് കുളിക്കടവാ കേട്ടോ. ഇനി കുളിക്കടവിലെത്തി നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഇനി അത് മതി. മൃഗയ സീനിൽ മമ്മൂട്ടി വന്നിരിക്കുന്ന പോലെ. അതുകൊണ്ട് ഭയങ്കര കുളിയാണ് അവിടെ. ഞാൻ പറഞ്ഞില്ലേ കുളിക്കാൻ വന്ന ടീംസ്. എന്നിട്ട് അവരവിടെ കണ്ടോ നമ്മുടെ കുളിസീനൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. ഇങ്ങനെ ഓടിച്ചാൽ ചിലപ്പോൾ ഇനിയും വേറെ കുളിസീനുകൾ കാണേണ്ടി വരും. വല്ല പട്ടി, പോത്ത്, കിളി, കാക്ക, അങ്ങനെയുള്ള നല്ല കുളിസീനുകൾ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഈ കളർ എന്താ ഇങ്ങനൊരു കളറ്? വെയിലടിക്കുന്നതാണ്. ഭയങ്കര ഫ്രഷ് അല്ലേ അവൻ? ഇച്ചിരി യങ് പോലെ തോന്നുന്നു. ഈ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ഒരാളെ പോലെ തോന്നുന്നില്ല ഇയാളെ കണ്ടിട്ട്. കിളുന്താ അല്ലേ എല്ലാം അല്ലേ? ഇവരത്ര ഇതിനകത്ത് കൊണ്ട് കേട്ടോ. ഫ്രഷ് പീസ്. ആഹാ അവിടെ ഒരാൾ കണ്ടോ റിലാക്സ് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോഴാണ് പുള്ളിയെ കണ്ടത്. അവിടെ ആൾ കിടപ്പുണ്ട്. മിണ്ടാ കിടക്കുക ഒരാളെ കള്ളപ്പശു. നൈസായിട്ട് കിടക്കാനുണ്ട്. അനക്കം ഇല്ല. റിലാക്സ്ഡ് മോഡ്. ഓയ് ഡി ഇവിടെ നോക്കിയേ. എന്തോ അവിടെ കിടക്കുന്നേ? വാ വിളിച്ചാൽ ചിലപ്പോൾ വരുമോ? നോക്കുന്നുണ്ട്. ആരാ? ദൂരത്തിലായതുകൊണ്ടേ. വേറെ അതേ പോകും. നമ്മുടെ ആൾക്കാർ, നമ്മുടെ കമ്പനിക്കാരാ. നടക്കുവാ പട്ടി നടക്കുന്ന പോലെ. ട്രെയിനിൻ്റെ വെച്ച് കേൾക്കാവോ? ആ മൂലയ്ക്ക് ഇരിക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ പണ്ട് അവിടെ പോയി ഇരിക്കുക. പിന്നെ ഇതിനകത്ത് വെള്ളം പോയി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇറക്കി ഇതുവഴി എല്ലാം ഇങ്ങനെ തുഴഞ്ഞു കിടക്കും. അപ്പോൾ അതൊരു രസമാണ്. ക്രിക്കറ്റ് കഴിഞ്ഞ് ഫുട്ബോൾ കഴിഞ്ഞ് പിന്നെ വെള്ളം പൊങ്ങുമ്പോൾ വെള്ളം പ്ലസ് നീന്തൽ. ഇപ്പം ഇതിനകത്ത് നീന്താതെ കുളത്തിൽ അഴുക്ക് വെള്ളമായിരിക്കും. പണ്ട് കൃഷിയൊക്കെ ഉള്ളപ്പോൾ അത്രയും അലമ്പില്ല. നല്ല ക്ലീനാണ്. വേസ്റ്റൊന്നും കൊണ്ട് ആരും ഇടത്തില്ല. തേങ്ങ. പിന്നെ ആ കിടക്കുന്ന ആളുടെ ദേശീയ തീട്ടമാണ്. നോക്കി നടന്നില്ലേ ദേശീയ തീട്ടത്തെ ചവിട്ടേണ്ടി വരും. പിന്നെ അത് വലിയ വിഷയമാവും. ദേശീയ തീട്ടത്തെ ചവിട്ടുന്നോടാന്ന് വെച്ചാൽ വല്ലതിനും പ്രശ്നം ഉണ്ടാക്കിയാലോ. അതുകൊണ്ട് ദേശീയ തീട്ടത്തെ ചാട്ടാതെ നീ അമ്മയുടെ തീട്ടത്തെ ചവിട്ടോടാ. ഇതിങ്ങനെ വെച്ച് പോകണം. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പുളി 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 പുളി. ചക്ക ചക്ക
ഈ ചക്ക കണ്ടോ, സുന്ദരമായ ചക്ക. ഈ ചക്ക വെട്ടിപ്പൊളിച്ചാൽ താമര വിരിയില്ല. എൻ്റെ കൂടെ നടക്കുന്നത് എന്താ വരുവാണേ, ആരുമില്ല കൂട്ടെ, പുള്ളി തന്നെ ഇവിടെ. എന്തിയേ മോന്തയ്ക്കെല്ലാം ഏതാണ്ടൊക്കെ അസുഖമാണല്ലോ ഇതിന്, സ്കിന്നിന് എന്തൊരു അസുഖമാണ്, ഇതെന്ത് അസുഖമാണ്, ഇതിന് മരുന്നുണ്ടാക്കാൻ നടക്കണമല്ലോ. എന്ത് പറ്റിയടാ നിൻ്റെ മോന്തയ്ക്കൊക്കെ? ഇത് ശരിയാക്കാം. കൂമ്പ് കൂമ്പ് കൂമ്പ്, വാഴ, പഴം. എന്താ വേണം വെക്കുന്ന? നീ ഇതിൻ്റെ മണം പിടിപ്പിക്കുന്നല്ലേ വേണം വെക്കുന്നത്. എന്താടി ഇവിടെ എന്താ പരിപാടി? നമ്മുടെ ആൾക്കാരാ കേട്ടോ. ഓ ഓ ഓ വെറുതെ വേണം വെക്കുവോ എല്ലാവരുടെ കിടന്ന്? ഒറ്റയിടത്ത് ഇറങ്ങി പോകരുത്. അടി കിട്ടും ഇറങ്ങി. എല്ലാവരും പരിശോധിക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. എല്ലാവരും ടെസ്റ്റിങ്ങാണ്. എവിടെ പോയതാ, എന്തിനു പോയതാ അല്ല എന്താ മോനെ?